അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, ഉമ്മമാർ മക്കളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത 5 വാക്കുകൾ. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളുടെ പ്രാർത്ഥന വളരെ ശക്തമാണ് എന്നുള്ളത്, പ്രത്യേകിച്ച് ഉമ്മയുടെ പ്രാർത്ഥന. ഇസ്ലാമിലെ പ്രശസ്തമായ ഹദീസുകളിൽ ഒന്നാണല്ലോ ഒരിക്കലും നിരസിക്കപ്പെടാത്ത 3 പ്രാർത്ഥനകൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഉമ്മയുടെ പ്രാർത്ഥന പോലെ തന്നെ ഉമ്മയുടെ ശാപവാക്കുകളും മക്കൾക്ക് ബാധിച്ചേക്കാം. ചിലപ്പോഴൊക്കെ കോപത്തിൽ നമ്മൾ അറിയാതെ ചില വാക്കുകൾ പറഞ്ഞു പോകും. പക്ഷേ ആ വാക്കുകൾ മക്കളുടെ ജീവിതത്തിൽ വലിയ മോശമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഈ 5 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, നീ ഒരിക്കലും നന്നാകില്ല. ഇത് കുട്ടിയുടെ ആത്മവിശ്വാസത്തെ വേരോടെ തകർത്ത് കളയും. രണ്ടാമത്തെ കാര്യം, നീ പോയി നശിക്കട്ടെ. നാവിൽ നിന്നറിയാതെ വീഴുന്ന ഈ വാക്ക് ഒരു ശാപമായി അവരുടെ ജീവിതത്തിൽ ഭവിച്ചേക്കാം. മൂന്നാമത്തെ കാര്യം, നിനക്കൊന്നും ഭാവിയില്ല. സ്വപ്നങ്ങൾ കാണേണ്ട പ്രായത്തിൽ അവരുടെ പ്രതീക്ഷകളെ ഇത് ഇല്ലാതാക്കുന്നു. നാലാമത്തെ കാര്യം, നീ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു കുട്ടിയുടെ മനസ്സിൽ ഏൽക്കാവുന്ന ഏറ്റവും വലിയ മുറിവാണിത്. അഞ്ചാമത്തെ കാര്യം, അള്ളാഹു നിന്നെ ശിക്ഷിക്കട്ടെ. വളരെ അപകടകരമായ വാക്കാണിത്. പടച്ചവനോട് മക്കളെ ശിക്ഷിക്കാൻ ഒരിക്കലും തേടരുത്. പ്രിയമുള്ള സഹോദരങ്ങളെ, കുട്ടികളുടെ മനസ്സ് ഒരു വെള്ളക്കടലാസ് പോലെയാണ്. നാം അതിൽ എന്തെഴുതുന്നോ അതാണ് അതിൽ പതിയുന്നത്. നാം പറയുന്ന ഓരോ വാക്കും അവരുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ശില്പങ്ങളാണ്. അതുകൊണ്ട് ശാപവാക്കുകൾക്ക് പകരം നമുക്ക് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ശീലിക്കാം. 1, അള്ളാഹു നിന്നെ സ്വാലിഹായ മകനാക്കട്ടെ, അല്ലെങ്കിൽ സ്വാലിഹത്തായ മകളാക്കട്ടെ. 2, നിനക്ക് ഉജ്ജ്വലമായ ഒരു ഭാവി അള്ളാഹു നൽകട്ടെ. 3, നീ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരിൽ ഉൾപ്പെടട്ടെ. ഇങ്ങനെ പറയുമ്പോൾ ആ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ വലിയ നന്മയായി തിരിച്ചു വരും. ഓർക്കുക, ഉമ്മയുടെ നാവ് ദുആ പറയാനുള്ളതാണ്, ശപിക്കാനുള്ളതല്ല. നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. നമ്മുടെ മക്കൾക്ക് നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് തേടാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.